മൈത്രേയ മുനി തുടരുകയാണ് കഥ. വരുന്ന വഴിക്ക് ഓരോരോ ഇടങ്ങളിൽ കൂട്ടം കൂടി വന്ന് തന്നെ ആദരിച്ച വിവിധ ദേശവാസികളിലും പുരവാസികളിലും സംപ്രീതനായി തീർന്ന ചക്രവർത്തി അവരൊക്കെ ആഗ്രഹിക്കുന്ന വിധത്തിൽ രാജ്യാഭിവൃദ്ധിക്കുതകുന്ന വരങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുമ്പം അദ്ദേഹത്തിന് വരുന്ന വഴിക്ക് ഓരോരോ ഇടങ്ങളിൽ അതാത് സ്ഥലങ്ങളിൽ വസിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തെ ചെന്ന് കണ്ടു, അദ്ദേഹത്തെ സ്തുതിച്ചു, അദ്ദേഹത്തിൻ്റെ മഹാത്മ്യങ്ങൾ വർണ്ണിച്ചു. അതിൽ അദ്ദേഹം സന്തുഷ്ടനായി അവർക്ക് വരം കൊടുത്തു. അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടുന്ന വരങ്ങളും അതേ സമയത്ത് അത് രാജ്യത്തിന് ഗുണകരമായിരിക്കുന്നതും, അതായത് വ്യക്തികൾക്ക് വേണ്ടുന്ന വരങ്ങളും അതേസമയം രാജ്യത്തിന് ഗുണകരമായിരിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഒരു രാജാവ് തൻ്റെ രാജ്യത്തിലെ പ്രജകൾക്ക് വേണ്ടത് ചെയ്യുമ്പോൾ അത് ആ രാജ്യത്തിനും കൂടി ഗുണകരമാകുന്ന രീതിയിൽ വേണം ചെയ്യുവാൻ. അല്ലാതെ ജനങ്ങളെ വെറുതെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല. ജനങ്ങളുടെ സന്തോഷം രാജ്യത്തിനാകവേ സന്തോഷത്തിന് കാരണമായിരിക്കണം. ആ രീതിയിലാണ് ജനങ്ങളെ സന്തോഷിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ രാഷ്ട്രീയക്കാര് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സൗജന്യങ്ങൾ കൊടുക്കുന്നത് പോലെയല്ല. ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ അത് ആ നാടിനെ എങ്ങനെ ബാധിക്കും എന്ന് ഇന്നുള്ളവർ ഒട്ടും ചിന്തിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. പണ്ടങ്ങനെ ആയിരുന്നില്ല. വ്യക്തികളെ സന്തോഷിപ്പിക്കുമ്പോഴും ആ സന്തോഷം രാജ്യത്തിന് ഗുണകരമായിരിക്കണം എന്ന രീതിയിലാണ് സന്തോഷിപ്പിച്ചിരുന്നത്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഇതെല്ലാം വളരെ മോശമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് തള്ളുകയാണ്. എന്നിട്ട് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജനാധിപത്യത്തെ ഒരുപാട് വാഴ്ത്തുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ജനാധിപത്യത്തിൽ എങ്ങനെയാ പലരും വോട്ട് വാങ്ങിക്കുന്നത്? അവര് ഭരണം നേടുന്നത് എങ്ങനെയാ? ഒരുപാട് സൗജന്യങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടാണ്. ഈ സൗജന്യങ്ങൾ കൊടുക്കുമ്പോൾ അത് രാജ്യത്തിനൊട്ടാകെ ഗുണകരമാണോ എന്ന് ചിന്തിക്കാതെ തങ്ങളുടെ സ്വല്പകാലത്തെ ഭരണത്തിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ അത് ക്രമേണ സന്തോഷിച്ചവർക്കും ദുഃഖത്തിന് കാരണമായി തീരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വരുന്ന വഴിക്ക് ഓരോരോ ഇടങ്ങളിൽ കൂട്ടം കൂടി വന്ന് തന്നെ ആദരിച്ച വിവിധ ദേശവാസികളിലും പുരവാസികളിലും സംപ്രീതനായി തീർന്ന ചക്രവർത്തി അവരൊക്കെ ആഗ്രഹിക്കുന്ന വിധത്തിൽ രാജ്യാഭിവൃദ്ധിക്കുതകുന്ന വരങ്ങൾ നൽകി സന്തോഷിപ്പിച്ചു. അവരൊക്കെ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉള്ളത് തന്നെയാണ് കൊടുത്തത്. പക്ഷെ അത് രാജ്യത്തിന് അഭിവൃദ്ധിക്കായിട്ട് കൂടി ഉള്ളതാണ്. ഇപ്പൊ വ്യക്തിയുടെ ആഗ്രഹം രാജ്യാഭിവൃദ്ധിക്ക് വിരുദ്ധമാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കില്ല എന്ന് അർത്ഥം. ഉത്കൃഷ്ട ഗുണസമ്പന്നനും മഹാന്മാരിൽ വെച്ചു മഹാനും ഒരു പ്രകാരത്തിലുമുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യാത്തവനുമായ പൃഥു മഹാരാജാവ് ഇങ്ങനെയുള്ള അനേകം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭൂമണ്ഡലത്തെ വേണ്ട രീതിയിൽ ഭരിച്ചുകൊണ്ട് അത്യുജ്വലമായ യശസ്സിനെ നിലനിർത്തി വൈകുണ്ഠലോകം പ്രാപിച്ചു. ഉത്കൃഷ്ട ഗുണസമ്പന്നനും മഹാന്മാരിൽ വെച്ച് മഹാനും ഒരു പ്രകാരത്തിലുമുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യാത്തവനും. അതെങ്ങനെ ഒരു പ്രകാരത്തിലുമുള്ള ദുഷ്കർമ്മങ്ങളും ചെയ്യാത്തവൻ ആയിരിക്കുക? തൻ്റെ ഉള്ളിൽ അന്തര്യാമീ സ്വരൂപേണ വസിക്കുന്ന ഭഗവാനെ നേരിട്ടറിഞ്ഞതുകൊണ്ട് ആ അന്തര്യാമിയുടെ പ്രേരണയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഈശ്വരസ്വരൂപിയായ തൻ്റെ അന്തര്യാമിയുടെ ഉൾപ്രേരണയാൽ മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഒരു ദുഷ്കർമ്മവും ചെയ്തിട്ടില്ല. ദുഷ്കർമ്മങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് ഈ അന്തര്യാമിക്ക് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പം ദുഷ്കർമ്മങ്ങൾ ചെയ്യാത്തവനുമായ പൃഥു മഹാരാജാവ്
ഇങ്ങനെയുള്ള അനേകം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭൂമണ്ഡലത്തെ വേണ്ട രീതിയിൽ ഭരിച്ചുകൊണ്ട് അത്യുജ്വലമായ യശസ്സിനെ നിലനിർത്തി വൈകുണ്ഠലോകം പ്രാപിച്ചു. രാജ്യം ഭരിച്ചുകൊണ്ട് വൈകുണ്ഠലോകത്തെ പ്രാപിച്ചു. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശയം. രാജ്യഭാരത്തെ ഉപേക്ഷിച്ച് വൈകുണ്ഠലോകത്തെ പ്രാപിച്ചു എന്നല്ല. സാധാരണ കഥകളിൽ നമ്മൾ കേൾക്കുന്നത് മക്കൾ പ്രാപ്തരായി കഴിഞ്ഞാൽ അവരെ രാജ്യഭാരം ഏൽപ്പിച്ച് രാജാവ് പരമപുരുഷാർത്ഥമായ മോക്ഷത്തിന് വേണ്ടി വനവാസം അനുഷ്ഠിക്കും. ഇവിടെ അങ്ങനെയല്ല നമുക്ക് പറഞ്ഞു തന്നത്. ഭൂമണ്ഡലത്തെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച്, ഇങ്ങനെയുള്ള അനേകം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭൂമണ്ഡലത്തെ വേണ്ട രീതിയിൽ ഭരിച്ചുകൊണ്ട് അത്യുജ്വലമായ യശസ്സിനെ നിലനിർത്തി വൈകുണ്ഠലോകം പ്രാപിച്ചു. അതായത് സ്വധർമ്മ നിരതനായി നിന്നുകൊണ്ട് വൈകുണ്ഠലോകത്തെ പ്രാപിച്ചു. സ്വധർമാനുഷ്ഠാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അവരവരുടെ സ്വധർമ്മത്തെ കണ്ടെത്തി അതനുഷ്ഠിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. ജീവിത നിരാസം അഭാരതീയമാണ്. ചിലരുടെ സ്വധർമ്മമാണ് വനവാസത്തിന് പോയി തപസ്സനുഷ്ഠിക്കുക എന്നുള്ളത്. അപ്പം വനവാസത്തിന് പോയി തപസ്സനുഷ്ഠിക്കുന്നത് സ്വധർമ്മമായിട്ടുള്ളവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. അതാണ് നമ്മുടെ സ്വധർമ്മമെങ്കിൽ നമ്മളും അങ്ങനെ ചെയ്യണം. അതല്ല നമ്മുടെ സ്വധർമ്മമെങ്കിൽ നമ്മുടെ സ്വധർമ്മം എന്താണോ അതനുസരിച്ച് ജീവിക്കണം. സ്വധർമാനുഷ്ഠാനത്തിലൂടെയാണ് പരമപദപ്രാപ്തി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതായത് ആധ്യാത്മികത എന്ന് പറയുന്നത് ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടു കിടക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിലൂടെയാണ്, ജീവിക്കുന്നതിലൂടെയാണ് പരമപദപ്രാപ്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ആണ് തപസ്. തപശ്ചര്യ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്ന് അർത്ഥം. അവയർനെസ്സോടുകൂടി ജീവിക്കുക. എന്താണോ ചെയ്യുന്നത് അതറിഞ്ഞുകൊണ്ട് ചെയ്യുക. അതറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ എന്തിനെക്കുറിച്ച് അവയറായാലും ആരെക്കുറിച്ചായിരിക്കും അവയറാവുന്നത്? ഈശ്വരനെ കുറിച്ചായിരിക്കും അവയറാവുന്നത്. അപ്പോൾ എപ്പോഴും ഈശ്വര ചിന്തയിൽ മുഴുകിക്കൊണ്ട് പ്രവർത്തികൾ അനുഷ്ഠിക്കുക. എപ്പോഴും ഈശ്വര ചിന്തയിൽ മുഴുകിക്കൊണ്ട് പ്രവർത്തികൾ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരു ഈശ്വരനെ ചിന്തിച്ചുകൊണ്ട് അവരവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതല്ല. അത് മനമിങ്ങും മിഴിയങ്ങും ആയ പോലെയാവും. അതല്ല ഈശ്വര ചിന്ത സദാ വേണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഈശ്വരൻ അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ സ്വാധ്യായം നടത്തുന്നത്. അപ്പം നമ്മുടെ ഏത് പുരാണ ഇതിഹാസങ്ങളിലൂടെ കടന്നുപോയാലും, ഏത് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാലും, ആ ഗ്രന്ഥങ്ങളിലെല്ലാം മഹർഷിമാര് ഒന്നൊഴിയാതെ എല്ലാവരും പറയുന്നുണ്ട് ഈ കാണുന്നതെല്ലാം ഈശ്വരന്റെ ആവിഷ്കാരമാണ്. വ്യത്യസ്ത രീതികളിലാണത് പറയുന്നത് എന്ന് മാത്രം. മത്ത പരതരം നാന്യത്. അതുപോലെ തന്നെ വിരാട് രൂപം കാണിച്ചു കൊടുക്കുക. വിരാട് രൂപം, വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുള്ളത് മഹാവിഷ്ണു മാത്രമൊന്നുമല്ല, മറ്റു പല ദേവതകളും വിശ്വരൂപ ദർശനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരനാണ്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈശ്വരന്റെ തന്നെ ആവിഷ്കാരമാണ്. ഈശ്വരനല്ലാതെ ഈ ലോകത്ത് വേറൊന്നുമില്ല. സർവം ഖലു ഇദം ബ്രഹ്മ, ഈശാവാസ്യം ഇദം സർവം. ഇതെല്ലാം ഈശ്വരനാണ്. വിവിധ പദങ്ങൾ ഉപയോഗിച്ച് വിവിധ രീതികളിൽ ഒരേ ആശയം പറയുകയാണ്. അപ്പൊ ഈ സ്വാധ്യായത്തിലൂടെ നമ്മളിൽ ഉറയ്ക്കുന്നത് ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല എന്നാണ്. അപ്പോൾ എന്തിനെ കുറിച്ച് ചിന്തിച്ചാലും ആരെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്? ഈശ്വരനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ അവയർനെസ്സോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിത്യ ഈശ്വര സ്മരണയിൽ ജീവിക്കുക എന്നർത്ഥം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും, പാത്രം കഴുകുകയാണെങ്കിലും, വീടടിച്ച് വാരി വൃത്തിയാക്കുകയാണെങ്കിലും, തുണി നനയ്ക്കുകയാണ് എങ്കിലും, ഓഫീസിൽ പേപ്പറുകൾ
പരിശോധിക്കുകയാണ്, ഓഫീസ് ഫയലുകൾ പരിശോധിക്കുകയാണ് എങ്കിലും, കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുകയാണ് എങ്കിലും, ആഹാരം കഴിക്കുകയാണ് എങ്കിലും, സിനിമ കാണുകയാണ് എങ്കിലും, യാത്ര ചെയ്യുകയാണ് എങ്കിലും, എന്ത് ചെയ്താലും അവയർനെസ്സോടുകൂടി ചെയ്യുമ്പോൾ ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളത് നിങ്ങളുടെ ഉറച്ച ഒരു അഭിപ്രായമാണ്. അപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ച് അവെയർ ആയാലും ഈശ്വരനെ കുറിച്ച് അവെയർ ആവുന്നത്. അപ്പൊ മുഴുവൻ ജീവിതവും ഈശ്വര ചിന്തയിലായിരിക്കും. അതിനേക്കാൾ വലിയ ഒരു തപസ് ഇല്ല. ഇതാണ് ഏറ്റവും കഠിനമായത്. ജീവിക്കുക, എല്ലാം ഈശ്വരനാണ് എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും കഠിനമായത്. ഇതൊന്നും ഈശ്വരനല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വേറെ എവിടെയോ ഇരിക്കുകയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ ലോകത്തിന്റെ ഒരു മൂലയിലേക്ക് ചുരുങ്ങി തൻ്റെ ഉള്ളിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നത് ചിലർക്ക് ശരിയായിരിക്കാം, പക്ഷെ എല്ലാവർക്കും അത് ശരിയായി കൊള്ളണം എന്നില്ല. അത് എളുപ്പമാണ്. ഈ ലോകം ഈശ്വരനല്ല എന്ന് ധരിച്ചുകൊണ്ട് ഇതിനെ ഒഴിവാക്കി ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ, പൊതുവെ ആൾക്കാർക്ക് അതിതണുപ്പുള്ള മൂലകളാണ് ഇഷ്ടം. അങ്ങനെ അതിതണുപ്പുള്ള മൂലകളിൽ അകത്ത് വലിയ ചൂടും തണുപ്പില്ലാത്ത സ്ഥലം, അവിടെ പോയിരുന്ന് തൻ്റെ ഉള്ളിലേക്ക് നോക്കിയിരിക്കുകയാണ്. അത് എളുപ്പമാണ്. ദുഷ്കരമായത് ഈ കാണുന്നത് മുഴുവൻ ഈശ്വരനാണ് എന്ന തിരിച്ചറിവോടുകൂടി ആ അവയർനെസ്സിൽ നിന്നുകൊണ്ട് വൈവിധ്യങ്ങൾ അടങ്ങിയ ജീവിതത്തെ അനുഭവിക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. അതാണ് ദുഷ്കരമായ തപസ്. അതാണ് പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുള്ള തപസ്. എന്തൊക്കെ ചൂടുകൾ ഏതൊക്കെ ഭാഗത്ത് നിന്ന് അനുഭവിക്കണം ഓരോ ദിവസവും പിന്നിട്ട് പോകാൻ. അങ്ങനെ വിവിധ പ്രശ്നങ്ങളുടെ തീച്ചൂളയിൽപ്പെട്ട് അവയർനെസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുന്നതിനേക്കാൾ വലിയ തപസ് ഈ ലോകത്ത് വേറെ എന്താ ഉള്ളത്? അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഈശ്വരൻ തപസ്വികളായിട്ടാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. കോട്ടും സൂട്ടും ഇട്ട് ജീവിക്കുന്നതും തപസ്സാണ്, കോണ കൊടുത്ത് ജീവിക്കുന്നതും തപസ്സാണ്, മുണ്ടെടുത്ത് ജീവിക്കുന്നതും തപസ്സാണ്, 3/4 ഇട്ട് ജീവിക്കുന്നതും തപസ്സാണ്. വേഷവിധാനങ്ങളല്ല തപസ്സിൻ്റെ ഇതിനെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്താലും അവയർനെസ്സോടുകൂടി ചെയ്യുക. ഈശ്വരനല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും ഈശ്വര ചിന്തയിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള അനേകം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഭൂമണ്ഡലത്തെ വേണ്ട രീതിയിൽ ഭരിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇന്റലിജൻസ് ഇൻറ്റ്യൂട്ടീവ് ആവും, പ്രചോദിതമായ ബുദ്ധി ഉണ്ടാവും. അതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും എല്ലാം ശരിയായിരിക്കും, തെറ്റായ തീരുമാനങ്ങൾ എടുക്കില്ല. അങ്ങനെ ശരികളിലൂടെ മുന്നോട്ട് പോയി ജീവിതത്തെ സാർത്ഥകമാക്കി വൈകുണ്ഠത്തെ പ്രാപിക്കുക. പൃഥു മഹാരാജാവ് അതാണ് ചെയ്തത്. ആ വഴിയാണ് നമ്മളോട് ഇവിടെ ഭാഗവതകാരൻ പറഞ്ഞു തരുന്നത്. സൂതൻ ഇടപെടുകയാണ്. സൂത ഉവാച. സൂതനാണല്ലോ ഈ കഥ പരീക്ഷിത്ത് മഹാരാജാവിന് സൂതനല്ല, സൂതനാണ് ഈ കഥ ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ട ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് മൈത്രേയ മുനി വിതുരർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോ സൂതനും ശൗനകാദികളും തമ്മിലുള്ള സംഭാഷണത്തെ ശ്രീശുകനും പരീക്ഷിത്തും തമ്മിലാണ് പറയുന്നത്. ശ്രീശുകൻ മൈത്രേയ മുനി വിതുരരോട് പറഞ്ഞത് പറയുകയാണ്. മൈത്രേയ മുനി വിതുരരോട് പറഞ്ഞത് സൂതൻ ശൗനകാദികളോട് പറഞ്ഞത് ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുന്നു. ഇതാണ് ആ കഥ. ഇപ്പൊ സൂത ഉവാച. സൂതൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? ശൗനകാദികളോട് പറഞ്ഞു. ശൗനകമുനെ, സകല സദ്ഗുണങ്ങളും തികഞ്ഞവനും ഉത്തമരായ മഹാപുരുഷന്മാരാൽ സർവദാ ശ്ലാഘിക്കപ്പെടുന്നവനുമായ ആദിരാജാവിൻ്റെ അത്യുജ്വലമായ യശസ്സിനെ കുറിച്ച് വിവരിക്കുന്ന മൈത്രേയ മുനിയെ പൂജിച്ചുകൊണ്ട് ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ വിതുരർ ഇപ്രകാരം പറഞ്ഞു. ഇപ്പൊ സൂതൻ ശൗനകാദികളോട് പറയും. ഇപ്പൊ
ഇതിൽ പലരുടെയും ഡയലോഗുകളാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഒരു സംവാദമാണ് ഈ കേൾക്കുന്നത്. അപ്പം നിർജീവമായ ഒരു ആഖ്യാനമല്ല, സജീവമായ ഒരു സംവാദമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ശൗനകമുനിയെ സകല സദ്ഗുണങ്ങളും തികഞ്ഞവനും ഉത്തമരായ മഹാപുരുഷന്മാരാൽ സർവദാ ശ്ലാഘിക്കപ്പെടുന്നവനുമായ ആദിരാജാവ്. അതെങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത്? അന്തര്യാമി സ്വരൂപനായ ഭഗവാനെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗുണവൈശിഷ്ട്യങ്ങളെല്ലാം ഉണ്ടായത്. അങ്ങനെയുള്ള ആ ആദിരാജാവിൻ്റെ അത്യുജ്വലമായ യശസ്സിനെ കുറിച്ച് വിവരിക്കുന്ന മൈത്രേയ മുനിയെ പൂജിച്ചുകൊണ്ട് ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ വിതുരർ ഇപ്രകാരം പറഞ്ഞു. ഇങ്ങനെ മഹത്തരങ്ങളായിട്ടുള്ള അറിവുകളെ പകർന്നു തരുന്ന ആള് പൂജനീയം ആണ്. അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ട് ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ വിതുരർ, അദ്ദേഹം ക്വാളിഫൈഡ് ആണ്, ശിഷ്യനും ക്വാളിഫൈഡ് ആണ്, ഗുരുവും ക്വാളിഫൈഡ് ആണ്. ആ വിതുരര് അദ്ദേഹത്തിനോട് ഇപ്രകാരം പറഞ്ഞു. വിതുര ഉവാച, വിതുരര് പറഞ്ഞു, ഗോരൂപം പൂണ്ട വസുന്ധരാദേവിയിൽ നിന്ന് വൈഷ്ണവ തേജസ് തുളുമ്പുന്ന ഏതൊരു കൈകൾ കൊണ്ടാണോ പ്രജാക്ഷേമത്തിന് ആവശ്യമായ വസ്തുക്കൾ കറന്നെടുത്തത്, അക്കാരണത്താൽ തന്നെ ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവന്മാരിൽ നിന്നും രാജചിഹ്നങ്ങൾ സമ്മാനമായി സിദ്ധിച്ചത് ഏതൊരു മഹാരാജാവിനാണോ ആ പൃഥു മരീചി തുടങ്ങിയുള്ള മുനിവര്യന്മാരാൽ അഭിഷിക്തനായ മഹാത്മാവല്ലയോ. മഹാവിക്രമിയായ അദ്ദേഹം ഭൂമിയിൽ നിന്ന് കറന്നെടുത്ത ഉപഭോഗ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളെ ഇപ്പോഴും എല്ലാ രാജാക്കന്മാരും ലോകപാലന്മാരും ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും അനുഭവിച്ചു പോരുന്നുണ്ടല്ലോ. അത്രമാത്രം കീർത്തിമാനായ ആ മഹാന്റെ ചരിതത്തെ പൂർണ്ണമായും കേൾക്കാൻ അഭിജ്ഞനായ ഏതൊരാളാണ് ഇച്ഛിക്കാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ നിർമ്മലവും അത്ഭുതകരങ്ങളായ കർമ്മങ്ങളെ എന്നോട് വിസ്തരിച്ച് പറഞ്ഞാലും. കേട്ടിട്ട് മതിയാവുന്നില്ല വിതുരർക്ക്. അപ്പൊ കൂടുതൽ വിസ്തരിച്ച് പറയുവാൻ അദ്ദേഹം മൈത്രേയ മുനിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഗോരൂപം പൂണ്ട വസുന്ധരാദേവിയിൽ നിന്ന് വൈഷ്ണവ തേജസ്സു തുളുമ്പുന്ന ഏതൊരു കൈകൾ കൊണ്ടാണോ പ്രജാക്ഷേമത്തിന് ആവശ്യമായ വസ്തുക്കൾ കറന്നെടുത്തത്. രാജാവ് ഭൂമിയെ ഭരിക്കുമ്പോൾ ആ ഭൂമിയിൽ പ്രജകൾക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ആ ഭൂമിയെ വൃഥാ തൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമായി കൊണ്ട് ഉപയോഗപ്പെടുത്തരുത്. ആ ഭൂമിയെ തൻ്റെ പ്രജകളുടെ ഗുണത്തിനായി കൊണ്ട് ചെയ്യണം. പ്രജകളുടെ ഗുണത്തിനായി കൊണ്ട് ചെയ്യുമ്പോൾ പ്രജകളോട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചെയ്ത മഹത്കാര്യങ്ങളിൽ നിന്ന് വിളംബരം നടത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം വരുന്ന ഭരണാധികാരികൾക്ക് അവർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പരസ്യങ്ങൾ ആവശ്യമാണ്. കാരണം അവർ ചെയ്തത് ജനങ്ങൾക്ക് ഗുണകരമാണ് എന്നുള്ളത് അനുഭവിക്കുന്നവർക്ക് ഒരു പക്ഷെ തിരിച്ചറിയുന്നുണ്ടാവുകയില്ല, അല്ലെങ്കിൽ അതാരും വലുതായിട്ട് അനുഭവിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ഭരണകാലത്ത് ചെയ്തത് എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയേണ്ടി വരുന്നത്. പൃഥു മഹാരാജാവിന് PR വകുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഫ്ലക്സുകൾ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് പത്രപരസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പണ്ട് കാലത്ത് പരസ്യങ്ങൾ ചെണ്ട കൊട്ടി പറയുക ചെയ്യുന്നത്, അതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ജനങ്ങൾക്ക് ഗുണപ്രദമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ ജനങ്ങളും അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞു. അതിൽ വേറെ എതിരഭിപ്രായങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു ഭരണം കൊണ്ട് എനിക്ക് സുഖമുണ്ടാവുകയാണ് എങ്കിൽ എനിക്ക് സുഖമുണ്ടായി എന്നറിയിക്കാൻ പ്രത്യേകിച്ച് പരസ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല, എനിക്കറിയാലോ. അപ്പം ഇവിടെ അങ്ങനെയാണ്. പൃഥു മഹാരാജാവിൻ്റെ പ്രവർത്തികൾ അങ്ങനെയാണ്.
ഗോരൂപം പൂണ്ട വസുന്ധരാദേവിയിൽ നിന്ന് വൈഷ്ണവ തേജസ് തുളുമ്പുന്ന ഏതൊരു കൈകൾ കൊണ്ടാണോ പ്രജാക്ഷേമത്തിനാവശ്യമായ വസ്തുക്കൾ കറന്നെടുത്തത്, ആ ഭൂമിയെ പ്രജാക്ഷേമത്തിനാവശ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തി. അക്കാരണത്താൽ തന്നെ ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവന്മാരിൽ നിന്നും രാജചിഹ്നങ്ങൾ സമ്മാനമായി സിദ്ധിച്ചത് ഏതൊരു മഹാരാജാവിനാണോ അത് ചെയ്തു കഴിഞ്ഞപ്പം പ്രജാക്ഷേമത്തിനായി കൊണ്ട് തനിക്ക് ലഭിച്ച ഭൂമിയെ വിനിയോഗിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തികളെ സ്രഷ്ടാവായ ബ്രഹ്മാവ് പോലും അഭിനന്ദിച്ചു. അദ്ദേഹത്തിന് പലതരത്തിലുള്ള അവാർഡുകളും കൊടുത്തു. ബ്രഹ്മാവ് തുടങ്ങിയ സകല ദേവന്മാരിൽ നിന്നും, ബ്രഹ്മാവ് മാത്രമല്ല മറ്റ് ദേവന്മാരും അദ്ദേഹത്തെ ശ്ലാഘിച്ചു. അവരിൽ നിന്നെല്ലാം രാജചിഹ്നങ്ങൾ സമ്മാനമായി സിദ്ധിച്ചു. അങ്ങനെയുള്ള ഏതൊരു മഹാരാജാവിനാണോ പൃഥു മഹാരാജാവ് മരീചി തുടങ്ങിയുള്ള മുനിമര്യന്മാരാൽ അഭിഷിക്തനായ മഹാത്മാവല്ലേ ആ പൃഥു, ആ മഹാരാജാവ് മരീചി തുടങ്ങിയ മുനിവര്യന്മാരാൽ അഭിഷിക്തനും കൂടി അല്ലേ? അവിടെ നമുക്ക് ഇപ്രാവശ്യം നിർത്താം. ബാക്കി നമുക്ക് തുടർന്ന് കേൾക്കാം.